ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ചെറിയ ഈദ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ സ്കൂളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ള. ഇവിടുന്ന് ഹംദൻ്റെ യൂണിഫോം എടുക്കണം. അതെടുത്തിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ മട്ടന്നൂരേക്കാണ് കേട്ടോ വന്നിട്ടുള്ള. അങ്ങനെ ഷോപ്പിലെത്തി ഓരോ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 3 ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ പെരുന്നാളെല്ലാം വന്നില്ലേ, ഏത് ഷോപ്പിലേക്കാണ് പോവുക, പിന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ഡ്രസ്സാണ് എടുക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും ഉണ്ടാകുക. ഇത്തവണ പെരുന്നാൾക്ക് ഡ്രസ്സെല്ലാം ഉള്ളതുകൊണ്ട് അതിൻ്റെ ടെൻഷനില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് തന്നെ വരിക, ബസ്സിന് വന്ന് എല്ലാം എടുത്ത് പോകുമ്പോഴേക്കും നല്ല ലേറ്റാവും. അങ്ങനെ ഓരോന്നായിട്ട് വേറെ ചെയ്ത് നോക്കി. ഇത്തവണ എന്താണ് ചുരിദാർ വാങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ കല്യാണമെല്ലാം കഴിയുന്നുണ്ട്. ഞാൻ കുറേ ചുരിദാറെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. എനിക്ക് കൂടുതലായിട്ടും ടോപ്പ് ഇടാനാണ് താല്പര്യം. അങ്ങനെ ടോപ്പ് തന്നെ നോക്കി. ആദ്യം ഇട്ടത് ഓക്കെ ആണ്. പിന്നെ രണ്ടാമത് ഇട്ടത് ഈ വൈറ്റ് അത്ര ഫിറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ. കുറച്ച് ലൂസ് പോലെ ആയിട്ട് മോഡലാണ്, പക്ഷേ എന്തൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരു വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കെല്ലായതുകൊണ്ട് ഷോപ്പിലും അതേപോലെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾ നിൽക്കുന്നിടത്ത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്തോ പോലെയല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയ ചമ്മലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും മുമ്പൊന്നും വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒരു ഷോപ്പിംഗ് വ്ലോഗൊന്നുമല്ല. പിന്നെ ഇതിൽ നിന്ന് ഞാനൊരു ഷോർട്ട് ടോപ്പ് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഞാൻ എടുത്തിട്ടില്ല, അതവിടെ തന്നെ വെച്ച്. പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ചുരിദാറല്ല, എന്താ പറയുക, കോഡ് സെറ്റ് പോലെയില്ലേ, അങ്ങനെയാണ്. ഷോള് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3-4 കളർ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാനൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതേപോലെ എത്ര പേര് എടുത്തിട്ടുണ്ടാവും എന്നറിയില്ല കേട്ടോ. അങ്ങനെ ഇനി അതിന് ഒരു മെച്ചാന്ന് ഷോളും കൂടി നോക്കലാന്ന്. അങ്ങനെ ഷോളും ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറും, പിന്നെ ഞാനൊരു ഷോർട്ട് ടോപ്പ് വാങ്ങിയിട്ടില്ലേ, അതിനും ഒരു ഷോൾ വാങ്ങണോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങലാന്നേ. അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ ഹംദക്ക് നോക്കാനാണ് കേട്ടോ പോയിട്ടുള്ളത്. ഈ ഹംദക്കുള്ള ഡ്രസ്സാണ് സെറ്റ് ആവുകയേ ചെയ്യാത്ത. എന്താ പറയുക, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം ആ ഒരു മോഡൽ കിട്ടുകയേ ചെയ്യില്ല. ജീന് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം. പിന്നെ അതാ ഈ ഒരു ടീഷർട്ട് ഹംദക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് സെയിം സാധനം ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയിട്ടില്ല. ബ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ കുറേ ഫ്രോക്കെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ അങ്ങനെ ഫ്രോക്ക് എടുത്തു കൊടുക്കുകയില്ല. ഫ്രോക്ക് എടുത്താൽ തന്നെ അതങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യില്ല. അധികം ഇങ്ങനെ ടീഷർട്ടും പാൻറ്റെല്ലായിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കല്. പിന്നെ സിമ്പിളായിട്ടുള്ള ഫ്രോക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമായിരിക്കും. എന്നാലെന്താ അത് വാങ്ങൂല. അവസാനം ടീഷർട്ടും പാൻറ്റും അങ്ങനെയായിട്ടാണ് സെറ്റ് ആവല്. അങ്ങനെ ഒരുപാടെണ്ണം ഇങ്ങനെ നോക്കുന്നുണ്ട്. ശബ്ദത്തിൻ്റെ സൈസുള്ള അങ്ങനെ സെറ്റ് ആവുന്നില്ല കേട്ടോ. ബാക്കി ഒരു 6-7 വയസ്സുള്ള കുട്ടികൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ ഫ്രോക്കും ഉണ്ട്. അങ്ങനെ ഓരോന്ന് നോക്കി ഇഷ്ടമായി വരുമ്പോഴേക്ക് അതിൽ സൈസും ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ ദിവസം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബുക്ക് എടുക്കാൻ പോയതല്ല. അങ്ങനെ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ട് കണ്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കോട്ടൻ്റെ ഫ്രോക്കില്ലേ, ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. സിമ്പിളായിട്ടുള്ളതാണ്, ഒരു കോട്ടൺ മെറ്റീരിയൽ അങ്ങനെ ആയിട്ടുള്ള. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ.
പെട്ടെന്ന് അങ്ങ് എടുത്തു വരികയില്ലേ. പിന്നെ ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരുടെയും പെരുന്നാളിൻ്റെ നല്ല തിരക്കുമല്ലേ. അങ്ങനെ അതൊക്കെ നോക്കി വരുമ്പോൾ വന്നതാണ് ഇവിടെ ഒരു കോഡ് സെറ്റ് കണ്ടിന് കേട്ടോ. രസമുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. കോഡ് സെറ്റൊന്നും എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വേറെയും ഷോർട്ട് ടോപ്പും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഒന്നും എടുക്കുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു, ഈസി വൈയിൽ. അവിടെയും അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഡ്രസ്സ് എടുക്കാനാണ് കൂടുതൽ ടൈം എടുക്കുക. പിന്നെ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വരും. നമുക്ക് ഇഷ്ടപ്പെട്ട മാച്ചാന്ന് അങ്ങനെ ഇവിടുന്ന് കിട്ടൂല കേട്ടോ. ഇവർക്കാകുമ്പോൾ ഇട്ട് കൊടുക്കാൻ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഇട്ട് നോക്കി ഓക്കെ സൈസെല്ലാം ഓക്കെ ആണെങ്കിലല്ലേ എടുക്കാൻ പറ്റും. അതൊക്കെ ആണെങ്കിലേ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊടുക്കുമ്പോൾ ദേഷ്യം പിടിക്കും കേട്ടോ. അവളങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒട്ടും മുകളിൽ ഇങ്ങനെ കുറച്ച് ഗെയിംസിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ വന്നാൽ എന്തായാലും ഇവിടെയെല്ലാം കയറാണ്ട് തിരിച്ചു പോകില്ല കേട്ടോ. ഈ ഒരു ഗെയിം കളിച്ചിട്ട് ഹംദക്ക് ഒരു ഡോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഇല്ലേ ഇവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് ശരിക്കും കാണാൻ മനസ്സിലാവും കേട്ടോ. താഴ്ഭാഗത്ത് അല്ലെങ്കിൽ വേറെ ഒന്നിനോട് കെട്ടി വെക്കുക അങ്ങനെയല്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും കിട്ടൂല. എന്നാലും 2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിന് കേട്ടോ. അതിൽ ഒരു തവണ സക്സസ് ആയിട്ടുണ്ട്, അവൾക്ക് ഡോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നില്ലേ അവൾ വരികയേ ചെയ്യില്ല കേട്ടോ. ഓരോ ഗെയിമിൽ ഇങ്ങനെ കയറണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങാൻ കയറിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് സമയം നോക്കുമ്പോൾ 3 മണിയായിട്ടുണ്ട് കേട്ടോ. 3-3:30 ആവാറായിട്ടുണ്ട്. നല്ല വിശപ്പ് വന്നേരാന്ന് നമ്മൾ സമയം നോക്കിയേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആകെ എൻ്റെ ഒരു ഡ്രസ്സ് എടുക്കലേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ചെറിയ പിzzയും ജ്യൂസും വാങ്ങിയിട്ടുണ്ട്. അതും കഴിച്ചിട്ട് വീണ്ടും ഗെയിം
കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി തന്നിട്ടാ ഋഷിക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ടല്ലേ. അങ്ങനെ ഇതും നോക്കുന്നുണ്ട്. ഇവിടെയും നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അതും ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഋഷി 3-4 ഷർട്ട് എടുക്കുന്നുണ്ട്. തിരിച്ച് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1-2 നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ഷോപ്പിംഗ് മൊത്തത്തിൽ തീർക്കണമെന്നേനു വിചാരിച്ചിട്ടുള്ള, പക്ഷെ അത് നടന്നിട്ടില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട്, 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ചെരുപ്പ് ഇങ്ങനെ ഫാൻസി അല്ല, ക്രോക്സ് ഇല്ലേ, അത് കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അത് നോക്കാൻ വന്നേരം അത് കിട്ടിയിട്ടില്ല. പിന്നെ ഉപ്പാക്കൊരു ചെരുപ്പ് എടുക്കണം, അത് ഋഷി നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള കളക്ഷൻ ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇതുവരെ ഞാൻ ഇവിടെ നോക്കിയിട്ടില്ല. അങ്ങനെ ഇവിടുത്തെ കളക്ഷനെല്ലാം എങ്ങനെയാണെന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഈ ഫാൻസി ചെരുപ്പെല്ലാം കാണില്ലേ, എന്തെങ്കിലും ഫാമിലിയിൽ കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നത്. കല്യാണമെല്ലാം ഉണ്ടാകുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഫാൻസി ഐറ്റംസ് എല്ലാം കൂടുതലായിട്ട് വാങ്ങുള്ളൂ. ചെരുപ്പായാലും ഡ്രസ്സായാലും എല്ലാം ഒരു വെട്ടിത്തിളങ്ങുന്ന രീതിയിലുള്ള സംഭവമെല്ലാം എടുക്കലേ. അങ്ങനെ ഞാൻ ഉപ്പാക്കെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ നാളായി ക്രോക്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇവിടെ നിന്നും എൻ്റെ സൈസ് ഓക്കെ ആകുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഫാൻസി ഷോപ്പിൽ പോയി. അവിടെയെല്ലാം നല്ല തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വാങ്ങിച്ച സാധനങ്ങളാണ്. പിന്നെ ഇവിടുന്ന് എനിക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും ഹംദക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ മട്ടന്നൂർ വേറൊരു ഷോപ്പിലേക്കാണ് പോയിട്ടില്ല. ഇവിടെ മാറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പിന്നെ വേറെ ഇങ്ങനെ ബ്രഷെല്ലാം വെക്കാൻ പറ്റിയ സംഭവം ഉണ്ടാവില്ലേ, അത്, പിന്നെ അമ്മക്ക് ഒരു ചെയർ, അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷോപ്പിംഗ് വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഞാൻ മനസ്സിലായി, കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഇതിൽ തന്നെ ഫുള്ള് ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. ഇത് വ്ളോഗെല്ലാം ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.